സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോൽവി സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ഒക്കെ കുറ്റപ്പെടുത്തി രംഗത്ത് വരാറുണ്ട്. BJP തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു, കൃത്രിമം കാണിച്ചു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി സ്ഥിരമായി ആരോപിക്കുന്നത്. ഇപ്പോഴിതാ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ അതേ ആരോപണവും കുറ്റപ്പെടുത്തലുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനത്തിലാണ് ആ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ ആരോപിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കൃത്രിമം നടത്തി BJP വലിയ വിജയം നേടിയതുപോലെ ബീഹാറിലും തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തും, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തും എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞു വെക്കുന്നത്. എന്താണ് സാർ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ബീഹാറിൽ രാഹുൽ ഗാന്ധി തോൽവി സമ്മതിച്ചോ? NDA സഖ്യം ജയിക്കുമെന്നാണോ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രവചിക്കുന്നത്? എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ ആ കാര്യം പറയാം. പഞ്ചതന്ത്രം കഥകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിൻ്റെ എങ്ങനെയാണ് കഥകൾ ഉണ്ടായതിൻ്റെ കഥയൊന്ന് പറയാം പെട്ടെന്ന്, 2 മിനിറ്റ് കൊണ്ട് ഒന്ന് പറയൂ. എൻ്റെ അറിവ് ഒരു രാജ്യത്തെ രാജകുമാരൻ ബുദ്ധിശൂന്യൻ, അവിവേകി, വിഡ്ഢി ഒക്കെ ആയിരുന്നു. ഇപ്പോൾ രാജാവും മന്ത്രിമാരും അവിടുത്തെ ആസ്ഥാന വിദ്വാൻമാരും ഒക്കെ പഠിച്ച പണി നോക്കിയിട്ടും ഈ രാജകുമാരനെ ബുദ്ധിമാനാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം ഒരു മഹാമുനിയെ കണ്ടെത്തി, അദ്ദേഹം മഹാപണ്ഡിതനും മഹാവിദ്വാനും മഹാതപസ്വിയുമായ ഒരു മുനിയെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ കുട്ടിയെ പഠിക്കാൻ വിടും. കഥകളിലൂടെ അദ്ദേഹം ഈ കുട്ടിയെ പഠിപ്പിച്ച് വിദ്വാനാക്കി. അങ്ങനെ ഉണ്ടായതാണ് പഞ്ചതന്ത്രം കഥകൾ ആണല്ലോ. അതെ, അതുപോലൊരു പഞ്ചതന്ത്രം കഥകൾ വിരചിക്കേണ്ടി വരും ഈ രാഹുൽ ഗാന്ധിയെ ബുദ്ധിമാനാക്കാൻ. തികച്ചും സ്റ്റുപ്പിഡായിട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലുള്ള വാക്കുകളും വാചകങ്ങളും വാക്യങ്ങളും വാതകങ്ങളുമാണ് നിരത്തിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ തന്നെ ഇനിയെ നാണക്കെടുത്തുന്നത് എങ്ങനെ? ആ പറയുന്ന കാര്യങ്ങൾ അസത്യമാണെന്ന് അവിടുത്തെ പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും തികച്ചും ബോധ്യമാവുന്ന തരത്തിൽ. കാരണം സൂര്യൻ ഉദിക്കുന്നത് കിഴക്കല്ല, പടിഞ്ഞാറാണ് എന്നുള്ള, ഭൂമി ഉരുണ്ടതല്ല, ഭൂമി പരന്നതാണ് എന്നുള്ള മട്ടിലുള്ള വാദങ്ങൾ, അടിസ്ഥാനപരമായിട്ട് യാതൊരു വിധമായിട്ടുള്ള നിലനിൽപ്പുമില്ലാത്ത വാദങ്ങൾ, അത് വീണ്ടും വീണ്ടും ഉന്നയിച്ചു കൊണ്ടിരിക്കുക ഒന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു പാഠശാലയിൽ, എനിക്ക് തോന്നുന്നു വിഷ്ണു ശർമ്മ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു മഹാനായ മുനിയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. നമ്മൾ അതിന് തയ്യാറായിട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ പേര് എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതായിരിക്കും. അതുപോട്ടെ, അതുപോലെ ഇദ്ദേഹത്തെ ബുദ്ധിമാനാക്കാൻ അസാധാരണമായ ബുദ്ധിയുള്ള മറ്റൊരാൾ വേണ്ടിവരും. KC വേണുഗോപാലോ മല്ലികാർജുൻ ഖാർഗെയോ പവൻ ഖേരയോ ജയറാം രമേശോ ഒന്നും അതിന് തക്ക പ്രാപ്തിയുള്ളവരല്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സ്റ്റുപ്പിഡിറ്റിയിലേക്ക് ഇദ്ദേഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സഹിക്കുകയല്ല, നിവൃത്തിയില്ല. കഴിയുന്നത് ഇദ്ദേഹത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യ ശശി തരൂരിൻ്റെയും സൽമാൻ ഖുർഷിദിൻ്റെയും അതുപോലെ തന്നെ സുപ്രിയ സുലെയുടെയും കനിമൊഴിയുടെയും മൊഴികളിലൂടെ ഇന്ത്യ നേടിയ അഭിമാനമുണ്ടല്ലോ, അഭിമാനത്തിൻ്റെ ആ ഗോപുരം അത് തകരാതെ നോക്കാൻ ഇദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ ഇപ്പോൾ തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്യുക. വീസ ഇദ്ദേഹത്തിന് ഇല്ലാതാക്കണം. അതുകൊണ്ട് കുറച്ച് പ്രക്ഷോഭം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടമെന്ന് പറയുന്നത് ഇദ്ദേഹം വിദേശത്തു കൂടി പോയി ഈ നെഹ്റുവിൻ്റെ കുടുംബത്തിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നാണക്കേട്. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ എഴുത്തുകാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ പ്രപൗത്രൻ ഇങ്ങനത്തെ ഒരു വിഡ്ഢി കൂഷ്മാണ്ഡമാണല്ലോ എന്നുള്ളൊരു ഞെട്ടൽ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾക്ക് ഇനി തടയിടുക. അങ്ങനെയെങ്കിലും നമുക്കിത് സഹിക്കാൻ, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലൊരാൾക്ക് ഒരു വട്ടു വന്നാൽ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചാൽ അദ്ദേഹത്തിനുള്ള സഹതാപത്തോടു കൂടി അനുതാപത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണല്ലോ ഭാരതീയ സംസ്കാരം. നമുക്കത് പിന്തുടരാം. കാരണം ഇദ്ദേഹത്തെ ഈ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ ഈ കോടതിയോ ഒക്കെ എത്ര തവണ പറഞ്ഞാലും താക്കീത് ചെയ്താലും അദ്ദേഹം ഒരു പാഠവും സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് തള്ളിക്കളഞ്ഞു. മുഖത്തേറ്റ അടിയാണ് വാസ്തവത്തിൽ ആ ഹർജി തള്ളിയത്. പഴയ കാര്യങ്ങളുടെ ഫലിതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പുതിയ കാര്യങ്ങളുടെ ഫലിതങ്ങളും പറയാൻ പോയി. ഇപ്പോൾ അതിലൊക്കെ വലിയ വിഡ്ഢിത്തമാണ്. ബീഹാറിലും ഇത് നടക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ പാർട്ടി തോറ്റു തുന്നം പാടാൻ പോവുകയാണ്. അവിടെ അവരുടെ സഖ്യവും തോറ്റു തുന്നം പാടും എന്നുള്ള ഒരു അറിയിപ്പ് ജനങ്ങൾക്ക്. പക്ഷേ സാർ, ഇത് ലോകത്തിന് മുന്നിൽ നമ്മളെ നാണം കെടുത്തുന്നതല്ലേ? നാണക്കെടുത്തട്ടെ, ഇന്ത്യയെ നാണക്കെടുത്തണം എന്നുള്ള രാജ്യങ്ങൾക്ക്, ഉദാഹരണം ചൈന, പാകിസ്ഥാൻ, അതുപോലെ തന്നെ അസർബൈജാൻ, അതുപോലെ തുർക്കി,
ഈ രാജ്യങ്ങൾക്ക് അത് ആഘോഷിക്കാം, അവരെ ആഘോഷിച്ചു കൊള്ളട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിലും അവരെ ആഘോഷിക്കുകയാണല്ലോ, അവർ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരാണല്ലോ, അതങ്ങനെ ചെയ്തു കൊള്ളട്ടെ. മറ്റ് രാജ്യങ്ങൾക്ക് ഇതൊരു ഫലിതമായിട്ട് മാത്രമേ തോന്നൂ, ഒരു തമാശയായിട്ട് ബോക്സിൽ കൊടുക്കാനുള്ള വാർത്തകൾ മാത്രമാക്കിയിട്ടേ ഇദ്ദേഹത്തിൻ്റെ ഉദീരണങ്ങളെ അവർ കാണുമെന്നുള്ളത് വ്യക്തമാണ്. കാരണം എല്ലാവരും സാമാന്യ ബുദ്ധിയെങ്കിലും ഉള്ളവരല്ലേ, അതിനും നിലവാരത്തിൽ താഴെ, അതിൻ്റെ ത്രഷോൾഡ് ലെവലിനും താഴെ, അതിൻ്റെ ബെഞ്ച് മാർക്കിനും താഴെയായിട്ട് ബുദ്ധിയുള്ള ഒരു യുവാവിനെ കൊണ്ട് രാഹുൽ ഗാന്ധി ആരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ട് ഇങ്ങനെ നിരന്തരം നമ്മുടെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവഹേളിക്കാൻ നിരന്തരം ശ്രമിക്കുന്നതായിട്ട് അതൊരു പതിവാക്കിയിരിക്കുകയാണ് എന്നാണ് പൊതുവെ തോന്നുന്നത്. പ്രശാന്തെ, പണ്ട് രാജഭരണം നടന്നിരുന്ന കാലത്ത് ഗർഭ ശ്രീമാൻ, അങ്ങനെ പല ശ്രീമാന്മാരും കൊണ്ടു. ആ കൂട്ടത്തിൽ വിഡ്ഢികളായ രാജാക്കന്മാരും ഭരിച്ചിട്ടുണ്ട്. പരമ്പരയായിരുന്നു, കുലപാരമ്പര്യമാണ്, കുടുംബ ഭരണമാണ്, ആണല്ലോ അരിസ്റ്റോക്രസി. അങ്ങനെ ഒരു ഗതികേടിലാണ് നെഹ്റു കുടുംബം നിൽക്കുന്നത്. അതിനകത്ത് വിഡ്ഢികളും അങ്ങനെ വന്നു ഭവിക്കും. പരമ്പരയായിട്ട് ആരാണ് അടുത്തതായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഈ സ്വർണ്ണ കിരീടം ഏറ്റപ്പെടും. ആ സ്വർണ്ണ കിരീടവും വഹിച്ച് എത്രയോ വിഡ്ഢികളായ രാജാക്കന്മാർ ലോക ചരിത്രത്തിൽ തന്നെ ഇംബസൈൽസ് ഉണ്ട്, മെഗലോമാനിയാക്സ് ഉണ്ട്. അങ്ങനെയുള്ള എത്രയോ പേര് ആ കുടുംബത്തിൻ്റെ ആ പേരിൽ മാത്രം, കുലമഹിമയുടെ പേരിൽ മാത്രം ഭരിക്കുന്നവരായിട്ടുണ്ടായിട്ട് ലോകത്തിന് കൊടിയ ദുരന്തങ്ങൾ വിതച്ചിട്ടുണ്ട്. റഷ്യയിലെ സാർ ചക്രവർത്തിമാർ അതിനുദാഹരണമല്ലേ? കൈസർ ചക്രവർത്തിമാരില്ലേ അങ്ങനെയുള്ള ആൾക്കാർ? അങ്ങനെയില്ലേ ലണ്ടനിലെ അവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നില്ലേ ഒളിവർ ക്രോംവെല്ലിനെ പോലുള്ള ആൾക്കാർ? ആയാം ദി ലോ എന്ന് പറഞ്ഞ ചക്രവർത്തി ഇല്ലേ? ലോകമെമ്പാടുമുണ്ട്. അതിൻ്റെയാണ് ജനറ്റിക്കലായിട്ട് വന്നിട്ടുള്ള, അതിൻ്റെ പരമ്പരയിൽ പരിണാമത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വ്യതിയാനം. പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു സംശയം കൂടി എനിക്കുണ്ട്, രണ്ടാമത്തെ കാര്യമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഈ ഭീകരരുടെ പക്ഷമാണോ എന്നുള്ള ഒരു സംശയം എനിക്ക് പതുക്കെ തോന്നി തുടങ്ങി. ഞാൻ നേരത്തെ ഉദാഹരണം, ഭാരത് ജോഡോ എന്ന് പറയുന്ന ഒരു ജോഡോ യാത്ര അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹം എന്താ നമ്മളോട് പറഞ്ഞത്? കാശ്മീരിൽ ഞാൻ ഭീകരനെ കണ്ടു, അവൻ്റെ കണ്ണിലെ കണ്ണീര് ഞാൻ കണ്ടു, ദൈന്യം കണ്ടു, എനിക്ക് സങ്കടം തോന്നിപ്പോയി, അവനെ വിളിച്ചു ഞാൻ ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹതാപങ്ങളെല്ലാം ഉള്ളത് ആരോടാണ്? ഭീകരന്മാരോടാണ്. ആ ഭീകരന്മാരുടെ ക്യാമ്പുകൾ ഇന്ത്യൻ പട്ടാളം തകർത്തതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇയാൾ കാണിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ മന്ദബുദ്ധിയല്ല, അതിബുദ്ധിമാനാണ്. അപ്പോൾ ഇന്ത്യ നേടിയ ക്രെഡിറ്റ് അതിനെ ഡിസ്ക്രെഡിറ്റാക്കി മാറ്റി അത് നരേന്ദ്രമോദിയുടെ ഡിസ്അഡ്വാൻറ്റേജിനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ അലയൊലികൾ ബീഹാറിൽ എങ്ങും തിരയടിക്കുകയാണ്. അതിലേക്ക് ഇന്ത്യ മുന്നണി ചെന്ന് പെട്ടാൽ തോറ്റു തുന്നം പാടുമെന്നറിയാം. എന്നതുകൊണ്ട് ഇന്ത്യക്ക് ഇതിൽ നേട്ടമല്ല നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന പ്രസ്താവനകൾ ഈ കൂട്ടത്തിലുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്ന വാദമുഖങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇല്ലാതാക്കി, അതിനെ ന്യൂട്രലൈസ് ചെയ്തു, നള്ളിഫൈ ചെയ്തു. അപ്പോൾ പിന്നെ പുതിയൊരു പോർമുഖം ഇന്ത്യക്കകത്ത് തന്നെ പണ്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ, ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒക്കെ അദ്ദേഹം ഇത് അങ്ങോട്ട് പ്ലാന്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? അതാണ് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നു മാത്രമല്ല, ഇയാളൊരു അട്ടിമറി നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത്രമാത്രം രാജ്യസ്നേഹം, രാജ്യദ്രോഹി എന്ന് ഞാൻ പറയുന്നില്ല, സ്നേഹമില്ലാത്തൊരു മനുഷ്യനാണ്. സ്വയം പ്രധാനമന്ത്രി പദത്തിലൊന്ന് ഇരിക്കണമെന്നുള്ള പൂതി കൊണ്ട് എന്തു നിഷ്ഠുരമായും നികൃഷ്ടമായിട്ടുമുള്ള കാര്യങ്ങൾ, പച്ചക്കള്ളങ്ങൾ, നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുന്ന ഒരു വ്യക്തിത്വമായിട്ട് നെഹ്റു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഈ അനന്തരാവകാശി പരിണമിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.